കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ജാനകിയുടെ അബിയുടെ അടുത്ത ആഴ്ചയുടെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു സുമംഗലാമ്മയുടെ കൊടും ക്രൂരത. ജാനകിനെ അബീനെയും കൂടെ അളകാപ്പിടുന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് അവര് തമ്മിലുള്ള സംസാരമൊക്കെ അങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണ്. അങ്ങനെ റെക്കോർഡ് ചെയ്യുന്നതിന് ശേഷം സൂര്യനും പ്രഭാവതിനെയും എല്ലാവരെയും കൊണ്ട് കാണിക്കുകയാണ്. കാരണം നിരഞ്ജനയുമായിട്ട് മുന്നേ തന്നെ അജയ്ക്ക് ബന്ധമുണ്ടായിരുന്നു. ഈ ബന്ധത്തെക്കുറിച്ചൊക്കെ ജാനകിക്കും അബിക്കും അറിയായിരുന്നു. അതെല്ലാം മറച്ചു വെച്ചിട്ടാണ് അപർണയുമായിട്ടുള്ള വിവാഹത്തിന് അജയോട് പറഞ്ഞത്. അങ്ങനെ ആ ഒരു വിവാഹം നടത്താൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയത് അവർ രണ്ടുപേരും ഇതെല്ലാം അറിഞ്ഞിട്ട് മാത്രമാണ്. അവർ വലിയ ചതിയാ ചെയ്തിരിക്കുന്നത്. അതിന് അവസാനം അജയനെ അവിടുന്ന് പറഞ്ഞു വിട്ടതും നിരഞ്ജന അടുത്തേക്ക് പറഞ്ഞു വിട്ടും അതോടൊപ്പം തന്നെ അമലിനെ കൊണ്ട് അപർണനെ വിവാഹം കഴിപ്പിച്ച എല്ലാം ജാനകിയുടെ ഒരു നമ്പര് മാത്രമായിരുന്നൊക്കെ പറയുവാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സൂര്യനാരായണൻ എന്ത് ചെയ്യണമെന്നറിയില്ല. എല്ലാവരും ചുറ്റും കുറ്റപ്പെടുത്തുവാണ്. എന്തിനേറെ പറയുന്നു, അമല് വരെ കുറ്റപ്പെടുത്തി. എന്നാലും ഏട്ടത്തി ഇത്രയും വലിയ ചതി എന്നോട് ചെയ്യണ്ടായിരുന്നു. പ്രഭാവതി പറഞ്ഞു, അങ്ങനെ ഇരുന്നുണ്ടായിരുന്നു ഈ മോൾക്ക് എന്നോട് പറയാൻ മേലായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. അവസാനം സുമംഗലാം പറഞ്ഞു, ഇനി ഒരു നിമിഷം പോലും ഇവരെ ഇവിടെ നിർത്തിക്കൂടാ. എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണം എന്ന് പറയാം. സൂര്യൻ നീ അടിച്ചിറക്കണോ അതോ ഞാൻ അടിച്ചിറക്കണോ എന്ന് ചോദിക്കുക. ഇത്രയും വലിയ കൊടും ക്രൂരത ചെയ്തിട്ട് പിന്നെ ഒരു നാണോ ഇല്ലാതെ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ. അതങ്ങനെയല്ലേ വരുള്ളൂ. കുപ്പത്തൊട്ടിന്ന് വന്നവരൊക്കെ ആ ഒരു സംസ്കാരമല്ലേ കാണത്തുള്ളൂ എന്ന് പറയാം. ജാനകിക്ക് സങ്കടമായി. എല്ലാവരുടെ മുന്നിൽ വെച്ചാണ്, പ്രത്യേകിച്ച് അപർണയുടെ മുന്നിൽ വെച്ചാണ് ഇങ്ങനെ അപമാനിക്കുന്നത്. ഈ സമയം അഭി പറഞ്ഞു, ബാ നമുക്ക് ഇറങ്ങാന്ന് പറയണം. പിന്നീട് പൊന്നുവിന്റെ കൈയും പിടിച്ചിറങ്ങുമ്പോഴത്തേനും പൊന്നു പറഞ്ഞു, വേണ്ടമ്മേ നമുക്ക് പോകണ്ട, ഇത് നമ്മുടെ വീടല്ലെന്ന് ചോദിക്കുക. ഇത് കേട്ടതും പ്രഭാവതിക്ക് സങ്കടം സഹിക്കാൻ വന്നില്ല. പ്രഭാവതി ഓടി വന്ന് ജാനകിയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, വേണ്ട മോളെ നീ പോവണ്ട, സാരമില്ല പോട്ടെ എന്ന് പറയണ. ഇത് കേട്ടത് അഭി പറഞ്ഞു, ഇല്ലമ്മേ ഇനി ഒരു നിമിഷം പോലും ഞങ്ങൾ ഇവിടെ നിൽക്കത്തില്ല. ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞങ്ങൾക്കറിയാം. പക്ഷെ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഞങ്ങളെ ശിക്ഷിക്കാൻ തുടങ്ങിയതല്ലേ. ഇനിയിപ്പം ഞങ്ങളിവിടെ നിൽക്കുന്നില്ലെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങുവാണ്. ആ സമയത്താണ് അജയ് അങ്ങോട്ട് കയറി വരുന്നത്. അജയ് അങ്ങോട്ട് വരുന്ന കണ്ടത് സൂര്യനാരായണൻ പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. അജയനെ കണ്ടപ്പോഴും, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടതും അജയ് പറഞ്ഞു, അച്ഛാ ഞാൻ ഒരക്ഷരം പോലും നീ മിണ്ടിപ്പോയേക്കല്ലേ, നീ കാരണം ഇപ്പൊ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്, കടന്ന് പോടാന്ന് പറഞ്ഞിട്ട് അജയനെ പിടിച്ചിട്ട് അങ്ങോട്ട് തള്ളുവാണ്. അജയ് മുറ്റത്തേക്ക് അങ്ങോട്ട് കമന്നടിച്ച് വീണു. പെട്ടെന്ന് തന്നെ ജാനകി ഓടിച്ചെല്ലുവാണ്. അജയെന്ന് വിളിച്ച് അജയനെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. ഇത് കണ്ട് സുമംഗല പറഞ്ഞു, കണ്ടോ അവള് കണ്ടോ, അവളുടെ സ്നേഹം കണ്ടോ അവനോടുള്ളേ. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഇവള് ഒറ്റ എടുത്തിയാ. എന്നിട്ട് കണ്ടില്ലേ, വീണ്ടും കണ്ടില്ലേ, അവനെ വീട്ടിലേക്ക് കയറ്റാൻ ശ്രമിക്കണേന്ന് പറയാം. ഇതെല്ലാം കണ്ടിപ്പോ അപർണയ്ക്ക് സഹിച്ചില്ല. അജയ് വീടിന് കയറി വന്നിരിക്കുന്നു. പക്ഷെ നിരഞ്ജന കൂടെയില്ല. നിരഞ്ജന ഇതിലൂടെ പോയി. ഈ സമയം അബിയും കൂടെ അങ്ങോട്ട് വന്നു. അബീനെ കണ്ടതും പെട്ടെന്ന് തന്നെ അജയ് പറഞ്ഞു, എന്നോട് ക്ഷമിക്കേട്ടാന്ന് പറഞ്ഞാൽ കാലിലേക്ക് വീഴാൻ തുടങ്ങുവാണ്. അതുപോലെ തന്നെ ജാനകിയോടും പറഞ്ഞു, ജാനി അടുത്ത് ക്ഷമിക്കണം, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയെന്ന് പറയണം. ഇത് കേട്ടതും അബി എന്ത് ചെയ്യുക, അബി ഒന്നും മിണ്ടാതെ മുഖം തിരിച്ചിരിക്കുക. ഏട്ടാ ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, ഞാൻ ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ നിങ്ങളോട് ചെയ്തതെന്ന് പറയാം. അപ്പോഴേക്കും പ്രഭാവതി എല്ലാവരും കൂടെ അങ്ങോട്ട് സിറ്റ് ഔട്ടിലേക്ക് വന്നു. ഈ സമയം അജയ് അബിയുടെയും ജാനകിയുടെ മുമ്പിൽ കൈകൂപ്പി തൊഴുതു എന്ന് പറയുക, ഒരിക്കലും ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു. അത് ഞാൻ ചെയ്യാനുള്ള കാരണം എന്താണെന്നറിയാവോ, എനിക്കറിയാം നിങ്ങൾ ഇപ്പോഴും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയെന്ന്. ഇനിയിപ്പം ഞാൻ പറയാനുള്ള കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കുറ്റപ്പെടുത്താൻ പറ്റില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ അബി പറഞ്ഞു, എനിക്ക് നിന്റെ ഒരു ന്യായീകരണം കേൾക്കണ്ട, അല്ലെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ നീ ചെയ്തേ, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമല്ല ചെയ്തേ. നിനക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നെങ്കിൽ, നിരഞ്ജനയുടെ ഒപ്പം ജീവിക്കണമായിരുന്നെങ്കിൽ നീ ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. നിന്നോട് ആകുന്നത് ഞാൻ ചോദിച്ചല്ലേ ഇതിനു മുമ്പ്, എത്ര വട്ടം ചോദിച്ചു. കല്യാണം ഉറപ്പിച്ചതിന് ശേഷം വിവാഹ മുഹൂർത്തത്തിന് മുമ്പ് വരെ ഞാൻ ചോദിച്ചല്ലേ, എന്തെങ്കിലും നിനക്ക് അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെ പറയണം, ഈ ബന്ധമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണ്ടെന്ന്. അപ്പോഴൊക്കെ നീ എന്താ പറഞ്ഞേ, അങ്ങനെയൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞേ. എന്നിട്ട് എങ്ങനെ തോന്നിയടാ നിനക്ക് ഈ ചതി എങ്ങനെ ചെയ്യാൻ തോന്നിയെന്ന് പറഞ്ഞിട്ട് അജയുടെ കോളറിനും കൂടെ കയറി പിടിക്കുകയാണ്. ഈ സമയം ജാനകി പറഞ്ഞു, വേണ്ട അബിയേട്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് അബീനെ അങ്ങോട്ട് അങ്ങോട്ട് വിടിവിക്കുകയാണ്. അജയ് പറഞ്ഞു, ശരിയാ എന്ത് വേണം ചെയ്തോ, ഇന്ന് തല്ലിക്കോ എന്നെ കൊന്നോ എന്നാലും കുഴപ്പമില്ലാന്ന് പറയണം. അബി പറഞ്ഞു, ഇനിയിപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ല, നീ കാരണം ഇപ്പൊ ഞങ്ങളാണ് പടിയിറങ്ങാൻ പോകുന്നത്, ഇനിയിപ്പൊ അളകാപുരിയില് ഞങ്ങൾ ഉണ്ടാവില്ലെന്ന് പറയാണ്. ഇത് കേട്ട അജയ് പറഞ്ഞു, എന്താട്ടാ പറയണേ, ഒന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയണ. പെട്ടെന്ന് പൊന്നു പറഞ്ഞു, ഞങ്ങള് പോവാ ചെറിയച്ച. പോവാണ് എങ്ങോട്ട്? അതെ അമ്മ പറഞ്ഞു പോവാന്ന് പറഞ്ഞു. ഇതേ അച്ഛനും അമ്മയും ഞാനും കൂടെ പോവാ. അമ്മ ഭയങ്കര കരച്ചിലായിരുന്നു, ഇവിടെ എല്ലാരും കൂടെ അമ്മേനെ അച്ഛനും വഴക്കുറന്ന് പറയണം. അജയ്ക്ക് മനസ്സിലായി താൻ കാരണം ഇവര് ഒറ്റപ്പെട്ടെന്നുള്ള കാര്യം. ഈ സമയം സുമംഗല വന്നിട്ട് പറഞ്ഞു, അതെ കൂടുതൽ സെന്റിമെന്റ്സ് ഒന്നും അടിച്ചോണ്ട് നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്, കൂടെ അജയനെയും കൂട്ടിക്കോളാൻ പറയാണ്. ഈ സമയം അജയ് നേരെ സൂര്യനാരായണന്റെ അടുത്തേക്ക് വരുവാണ്. വന്നിട്ട് പറഞ്ഞു, അച്ഛ അഭിയേട്ടനോ ജാനിയടുത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ അവരെന്തിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ നോക്കുന്നത് പറയണം. ദേ നീ ഒരു അക്ഷരം മിണ്ടിപ്പോയക്കലെന്ന് പറയണം.
എനിക്ക് പറയാനുള്ളതും കൂടെ അച്ഛനൊന്ന് കേൾക്കണം. എന്നിട്ട് അച്ഛൻ എന്ത് തീരുമാനം വേണമെങ്കിലും എടുത്തു. ഞാൻ നിരഞ്ജനെ അപർണയുമായിട്ടുള്ള വിവാഹം വേണ്ടെന്ന് വെച്ച് പെട്ടെന്ന് ഇറങ്ങി പോയതല്ല. നിരഞ്ജന ഇവിടെ വന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചു. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അവളെ രക്ഷിക്കാൻ വേറെ മാർഗമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവളെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് സൂര്യനാരായണൻ പറഞ്ഞു, വെറുതെ കള്ളത്തരം പറയണ്ടെന്ന് പറയണ. അല്ലച്ച, സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞേ. ആ സമയത്താണ് അബിയും ജാനകി ആ കാര്യങ്ങൾ അറിയുന്നത്. അപ്പൊ നിരഞ്ജന ഹോസ്പിറ്റലാണോ? പെട്ടെന്ന് ജാനകി വന്നിട്ട് ചോദിച്ചു, അവൾക്ക് എങ്ങനെയുണ്ട്? അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആ ഒരു ടെൻഷനായിരുന്നു ജാനകിയുടെ മനസ്സിൽ. പെട്ടെന്ന് അജയ് പറഞ്ഞില്ല, കുഴപ്പമൊന്നുമില്ല അടുത്തി, ഇപ്പൊ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. അവള് ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ടില്ല, ഹോസ്പിറ്റലിൽ തന്നെയാന്ന് പറയാണ്. പിന്നീട് പറഞ്ഞു, ഉറക്കുകൂളി കഴിച്ച അവള് മുറിക്കകത്ത് ബോധം കിട്ടി കഴിഞ്ഞപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ അവളെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടുന്ന് ഓടിപ്പോയത്. പിന്നീട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപർണയുടെ കഴുത്തിൽ താലി ചാർത്താനായിട്ട്. പക്ഷെ ആ സമയത്ത് ഞാൻ കാണുന്ന കാഴ്ച, അമല അപർണയുടെ കഴുത്തിൽ താലി കിട്ടുന്നായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ തിരികെ പോവാന്ന് ചെയ്തെന്ന് പറയാ. ഇത് കേട്ടതും അപർണ പറഞ്ഞു, ഓഹോ അങ്ങനെയല്ലേ. പക്ഷെങ്കില് അജയനെ ഇവിടുന്ന് കയറ്റിവിട്ട ആരാ? കാറ് കയറ്റിവിട്ടത് ജാനിയടത്തി അല്ലെന്ന് ചോദിക്കോ. ഇത് കേട്ടോ അജയ് പറഞ്ഞു, ജാനിയടത്തിയോ? ജാനിയടത്തി ഞാൻ കണ്ടിട്ട് പോലും ഇല്ല എന്ന് പറയണേ. അപ്പൊ സൂര്യനാരായണൻ ചോദിച്ചു, അപ്പൊ ജാനകി അല്ലേന്ന് ചോദിക്കണം. ജാനിയടത്തി അങ്ങനെ ചെയ്തിട്ടില്ല എന്നോട്. എന്നെ ആരും കാറ് കയറ്റി വിട്ടില്ല എന്ന് പറയാ. അപ്പൊ ശരണ്യെ കയറ്റി വിട്ടാന്ന് പറയാനൊരു മടി. ഇനിയിപ്പൊ അതിന്റെ പേര് ശരണ്യനെ കുറ്റപ്പെടുത്തിയാലോ? അതുകൊണ്ട് അജയ് പറഞ്ഞു, എന്നെ ആരും കാറ് കയറ്റി വിട്ടിട്ടില്ല, ഞാൻ നിരഞ്ജനയും കൂടെ തന്നെ പോവാ എന്ന് പറയണം. പിന്നെ അപർണയ്ക്ക് പിന്നെ വാദിക്കാൻ പറ്റില്ല. ആരാ എന്താ എങ്ങനെ പറഞ്ഞെന്നൊക്കെ 100 ചോദ്യങ്ങളുണ്ടാവും. ഈ സമയം അജയ് പറഞ്ഞു, ഇനിയിപ്പം ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഒരു കാരണവശാലും ഇതിന്റെ പേരിൽ എന്നെ വേണം കുറ്റപ്പെടുത്തിക്കുക. എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോ. പക്ഷെ അഭിയേട്ടനെയും ജാനിയടത്തെയും കുറ്റപ്പെടുത്തല്. എന്റെ കാലെ കൈ പിടിച്ച് അവര് പറഞ്ഞ ഈ ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ ജാനിയടത്തെയും അഭിയേട്ടൻ എന്നോട് പറഞ്ഞ, ഈ ബന്ധം നിനക്ക് വേണ്ടെങ്കിൽ നീ പറഞ്ഞേരെ, അല്ലെങ്കിൽ നിനക്ക് നിരഞ്ജനനെ ഇഷ്ടമെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോയാമെന്ന്. പക്ഷെ ഞാനാ സമ്മതിക്കാത്ത. എന്റെ കയ്യിലെ കുറ്റം കൊണ്ട് അങ്ങനെ സംഭവിച്ചേ. എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നുള്ള കാര്യം കല്യാണം ഉറപ്പിക്കുന്ന സമയത്തൊന്നും ഞാൻ പറഞ്ഞിരുന്നില്ല. അവരെന്നോട് ചോദിച്ചാണ് വേറെ ഏതെങ്കിലും പെൺകുട്ടിയായിട്ട് ഇഷ്ടമുണ്ടോ എന്ന്. പക്ഷെ ഞാൻ ഇല്ലെന്നാ പറഞ്ഞേ. അതുകൊണ്ടാണ് ജാനിയടുത്ത് ഈ കല്യാണം ഉറപ്പിച്ചേ. അല്ലാതെ ജാനിയടുത്തിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന് മനസ്സിലായി. ഇത് കേട്ടതും പ്രഭാവതി ഓടി വന്ന് ജാനകിയുടെ അടുത്ത് വന്നിട്ട് ജാനകിനെ കെട്ടിപ്പിടിക്കുകയാണ്. എനിക്കറിയായിരുന്നു മോളെ, നീ ഒരു തെറ്റും ചെയ്തില്ല എന്ന്. സുമകലാമ്മയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. കൃത്യ ആ സമയത്ത് തന്നെയാണ് അജയ് വന്നത്. എന്നാലും എന്റെ മോളെ ഞാൻ കുറ്റപ്പെടുത്തി, എന്നോട് ക്ഷമിക്കാൻ പറയാണ്. അമലും വന്നിട്ട് പറഞ്ഞു, ഞാൻ അറിഞ്ഞിരുന്നില്ല ഏട്ടത്തി ഇങ്ങനെയാ സംഭവം എന്ന്, എന്നോട് ക്ഷമിക്കണം എന്ന് പറയണം. സൂര്യനാരായണൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സൂര്യ പറഞ്ഞു, ബാടമോനെ അകത്തേക്ക് കയറി വരാൻ അബിയോട് പറയണം. ഇത് കേട്ട അബി പറഞ്ഞു, ഇല്ല അച്ഛാ, ഇനിയിപ്പം ഞാൻ അകത്തേക്ക് കയറുന്നതിൽ അർത്ഥമില്ല എന്ന് പറയണേ. നീ എന്താടാ ഇങ്ങനെ പറയണേ? ഈ അച്ഛനോട് ക്ഷമിക്കില്ല എന്ന് ചോദിക്കുക. ഈ അച്ഛനൊരു അബദ്ധം പറ്റിപ്പോയി, അതിന്റെ പേരിൽ ഇനി നീ അച്ഛനെ കുറ്റപ്പെടുത്തില്ലെന്ന് പറയാ. പാന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കൈ പിടിച്ചങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോവാണ്. സുമകല അപർണെ തകർന്ന് തരിപ്പണമായിപ്പോയി. അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല. അപർണയാണെങ്കിൽ ജാനകി ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങും, അവളുടെ ശല്യം ഇതോടുകൂടി തീരും. അതോടെ അങ്ങനെയൊക്കെ മനസ്സ് വിചാരിച്ചുകൊണ്ടിരുന്ന പിന്നീട് പൊന്നുവിനെ വന്നെടുത്തോണ്ട് അമൃത അങ്ങോട്ട് കയറി പോവാ. ജാനകിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ജാനകി വല്ലാത്ത സങ്കടത്തിൽ നിൽക്കുവാണ്. ഈ സമയം അബി അങ്ങോട്ട് തിരികെ വന്ന് ജാനകിയുടെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു. ജാനകി അബിയുടെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരയുവാണ്. കാരണം ഇത്ര സമയത്തൊരു ടെൻഷൻ, എങ്ങോട്ടിറങ്ങും എന്ത് ചെയ്യുന്നൊരു ടെൻഷൻ, അത് വേറെ. അതിലേക്കാൾ ഉപരി എല്ലാവരുടെ മുന്നിൽ തെറ്റുകാരിയായിട്ട് ഇങ്ങനെ തല കുനിച്ച് നിൽക്കാന്ന് പറഞ്ഞാൽ ചെയ്യാത്ത കുറ്റത്തിനാണ് തല കുനിച്ചിരിക്കുന്നത്. അതൊക്കെ ഓർത്തപ്പോൾ ജാനകിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സൂര്യനാരായണൻ വന്നിട്ട് പറഞ്ഞു, പോട്ടെ മോളെ, അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് സമയത്തേക്കെങ്കിലും മോളെ തെറ്റിദ്ധരിച്ചു. മോള് ചെയ്തൊരു നല്ല കാര്യമെന്ന് എനിക്ക് തോന്നുന്നേ. അജയ് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേങ്കിൽ ഈ അജയ് അപർണയും തമ്മിലുള്ള കല്യാണമൊക്കെ നടന്നേനും. സാരമില്ല, പോട്ടെ എന്ന് പറയണം. ആ നിരഞ്ജനയുടെ ജീവൻ രക്ഷപ്പെട്ടല്ലോ എന്നൊക്കെ പറയാം. അങ്ങനെ പിന്നീട് അകത്തേക്ക് എന്ന് കഴിഞ്ഞിട്ട് അമല നേരെ അജയുടെ അടുത്തേക്ക് എത്തിയിട്ട് പറഞ്ഞു, സാരമില്ല, ഇനിയിപ്പം നിരഞ്ജനനെ കിട്ടിയല്ലോ. അജയേട്ടൻ സ്നേഹിച്ച പെൺകുട്ടിനെ തന്നെ അജയേട്ടന് കല്യാണം കഴിക്കാൻ പറ്റിയില്ലേ? എനിക്ക് വിഷമമൊന്നുമില്ല അജയേട്ടാ, അജയേട്ടനോട് എനിക്ക് ദേഷ്യമില്ല എന്ന് പറയണം. അങ്ങനെ അവര് ചേട്ടനനിയന്മാരും 3 പേരും ഒന്നിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ അങ്ങോട്ട് സഹിച്ചില്ല അപർണയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. അപർണ ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാ. അങ്ങനെ അവളിന്ന് വീടിൽ നിന്ന് പടി ഇറങ്ങുമെന്ന് ഓർത്തിരുന്നതാ. താൻ ഈ വീടിന്റെ മരുമകളാന്ന് പ്രതീക്ഷിച്ചിരുന്ന, അധികാരം കിട്ടുമെന്നിരുന്ന. പക്ഷെ ആ അധികാരം കിട്ടിയില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയായിപ്പോയി. ഈ സമയം സുമംഗലാമ്മ ഇങ്ങോട്ട് വന്നു. സുമംഗല വന്നപ്പോഴത്തേനും അപർണ എങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുന്നുണ്ട്. മോളെ നീ സങ്കടപ്പെടാതെ. എങ്ങനെ സങ്കടപ്പെടാതിരിക്കും? അവളെ ഇറക്കി വിടാനുള്ള നല്ലൊരു അവസരമല്ലേ നഷ്ടപ്പെട്ടേന്ന് ചോദിക്കാം. അതൊന്നും കുഴപ്പമില്ല മോളെ, ഇതൊക്കെ ചെറിയൊരു ഡോസല്ലേ. ഇപ്പോഴവൾ അകത്ത് കയറി. പക്ഷെ മോള് സൂക്ഷിച്ചു, അധികം വൈകാതെ തന്നെ കണ്ടു അവളെ ഈ വീട്ടിൽ ഞാൻ അടിച്ചിറക്കുമെന്ന് പറയാം. എന്റെ മുത്തശ്ശി അത് നടക്കാൻ പോകുന്ന കാര്യമല്ലെന്ന് പറയും. നടക്കാൻ പോയില്ലെന്ന് നമുക്കറിയാം. കണ്ടോ,
അവസാന ആയുധം ഞാൻ പ്രയോഗിക്കുമെന്ന് പറയണം. അവസാന ആയുധം എൻ്റെ കയ്യിലൊരു വജ്രായുധം കൂടെ ഉണ്ട് മോളെ. ഇത്രയും കാലം പ്രഭാവതി സൂര്യ ഒളിപ്പിച്ചു വെച്ച ഒരു ആയുധമുണ്ട്. ഒരു രക്ഷയില്ലെന്ന് വന്നാൽ അവസാനത്തെ അടവ് ഞാനത് അങ്ങോട്ട് പ്രയോഗിക്കും. പിന്നെ സൂര്യക്കും പ്രഭാവതിക്കും ഒരു പിടിച്ചുനിൽപ്പുണ്ടാവില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപർണയ്ക്ക് മനസ്സിലായി എന്തോ ഒരു കാര്യം മുത്തശ്ശിയുടെ കയ്യിലുണ്ട്. അതാണ് മുത്തശ്ശി ഇത്ര ധൈര്യത്തോടെ പറയണത്. അല്ലെങ്കിൽ ഇങ്ങനെ പറയത്തില്ലല്ലോ. പിന്നീട് അപർണയ്ക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ജാനകിയോട്. ജാനകിക്കൊരു പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. എങ്ങനെ പണി കൊടുക്കണമെന്ന് അറിയത്തില്ല. പിന്നീട് അപർണ എന്ത് ചെയ്യാണ്, അടുക്കളയിലേക്ക് ചെല്ലുവാണ്. അടുക്കളയിൽ കുറച്ച് പാലൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. കുറച്ച് പാലെടുത്ത് ഒഴിച്ച് ഗ്ലാസ്സിനകത്തേക്ക് പകർത്തി വെച്ചു. അതിനകത്തേക്ക് കുറച്ച് ഉറക്ക ഗുളികയൊക്കെയാണ് പൊടിച്ചിടുന്നുണ്ട്. ഇത് ജാനകിക്ക് കൊണ്ടേ കൊടുക്കണം. അവളെ ഉറക്കി കിടത്തണം. എന്നിട്ട് വേണം തനിക്ക് ഇവിടെ ചെറിയ പണികളൊക്കെ ഉണ്ടെന്ന് അപർണ വിചാരിച്ചിട്ട് ജാനകിക്ക് ആ പാല് കൊണ്ടേ കൊടുക്കുകയാണ്. ജാനകിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. അപർണ സന്തോഷത്തോടെ കൊണ്ടേ കൊടുക്കുന്നതല്ലേ. ജാനകി ഇതൊന്നും അറിയത്തില്ല. ജാനകി അതെടുത്ത് കുടിക്കുകയും ചെയ്യുകയാണ്. ഈ സമയം അപർണ മനസ്സിൽ ചില പ്ലാനുകളൊക്കെ ഇട്ടിട്ട് നേരെ ജാനകിയുടെ മുറിയിലേക്ക് കയറി ചെല്ലുവാണ്. അപ്പൊ അപർണയുടെ മനസ്സിലെ പ്ലാൻ എന്താണെന്ന് അറിയത്തില്ല. ഒരു പക്ഷേങ്കിൽ അവളെ ഇല്ലാതാക്കാനായിട്ട്, ജാനകിനെ ഇല്ലാതാക്കാനായിട്ട് എന്തെങ്കിലും പ്ലാനുകളാണോ പദ്ധതികളാണെന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ അറിയണമെങ്കിൽ ഇതിന്റെ ഫുൾ വിശേഷം പറഞ്ഞു കേട്ടോ. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.